യേശുക്രിസ്തുവിനും വളരെ വ്യക്തമായിട്ട് അടിമത്തം എന്ന് പറയുന്ന സാധനം വലിയ പ്രശ്നമുള്ളൊരു കാര്യമായിട്ടൊന്നും പുള്ളിക്ക് തോന്നിയിരുന്നേ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അടിമത്തം നിരോധിക്കണം എന്നൊക്കെ സംസാരം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ വായിച്ച പുതിയ നിയമത്തിലെ ഈ വചനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടായിരുന്നു അടിമത്തത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അടിമത്തം വേണം എന്ന് ഘോരഘോരം വാദിച്ചുകൊണ്ടിരുന്നത്. യേശു ആയിക്കോട്ടെ, ശിഷ്യന്മാരായിക്കോട്ടെ, യഹോവയായിക്കോട്ടെ, ആരും തന്നെ അടിമത്തത്തിനെതിരെ കൃത്യമായൊരു നിലപാടെടുക്കുകയോ അത് തെറ്റാണെന്ന് പോലും പറയുന്ന ഒരു കാര്യം നമുക്ക് എവിടെയും കണ്ടെത്താൻ സാധിക്കില്ല. എക്സ് മുസ്ലിമായ ആരിഫിൻ്റെ ലൈവിൽ പെന്തക്കോസ്തുകാരായ സ്നേഹയും സ്നേഹയുടെ ഡാഡിയുടെ വിളിച്ചിട്ട് ക്രിസ്ത്യാനിറ്റിയെ എയറിൽ കയറ്റാനുള്ള ഒരു പ്രവൃത്തി പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ് നമുക്ക്. എന്തായാലും ആ ലൈവിലെ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ അടിമയെ വെക്കാൻ പറയുന്ന ഒരു സാധനം, അത് നിങ്ങൾ ഈ പറയുന്ന ബൈബിളിൽ എഴുതി വെച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള അടിമയെ വാങ്ങുക, നിങ്ങൾ ഇല്ലെങ്കിൽ വേറെ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എടുത്ത് നോക്കൂ. 6 വർഷം ഒരാളെ അടിമയാക്കി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ 7-ാം വർഷം സ്വതന്ത്രനായിട്ട് വിടുകയും വേണം. അവന് കൊടുക്കേണ്ട ക്യാഷ് എല്ലാം കൊടുത്തിട്ട് തന്നെ വിടണമെന്ന് പഴയ നിയമത്തിൽ പറയണം. ഇസ്ലാമിൽ പറയുന്നത് അങ്ങനെയും പറയും ഇങ്ങനെയും പറയും. പക്ഷെ ബൈബിളിൽ പറയുന്നത് ഒരു സൈഡ് പറഞ്ഞാൽ ആ സൈഡ് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. ഒരു പുതിയ അടിമയെ വെക്കുന്ന കാര്യം പറയുന്നുണ്ടോ? പുതിയ അടിമയെ വെക്കുന്ന കാര്യം പറയുന്നുണ്ടോ? ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരെ പോയി കീഴടക്കി, ഇസ്രായേലികളെ പോയി കീഴടക്കി അവിടുന്ന് അടിമയെ പിടിക്കണം, അങ്ങനെ സാധനം പറയുന്നില്ലേ? അങ്ങനെ പറയുന്നില്ലല്ലോ. പറയുന്നില്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എവിടെ ഏത് വാക്യത്തിലാ പറയുന്നത്? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. സ്നേഹയും സ്നേഹയുടെ ഡാഡിയും ബൈബിൾ കൃത്യമായി വായിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല, എബ്രായരായ അടിമകളുടെ കഥ മാത്രമേ സ്നേഹയ്ക്കും സ്നേഹയുടെ ഡാഡിക്കും അറിയത്തുള്ളൂ. എന്തായാലും പുള്ളിക്കാരനോടെ പറഞ്ഞിരിക്കുന്ന കാര്യം വസ്തുത തന്നെയാണ്. 6 വർഷം അടിമയാക്കി വെക്കുകയും അതിനുശേഷം വിട്ടയക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇതിലും നന്നായിട്ട് ഇസ്രായേലികളെ അടിമയായി എടുക്കുകയേ ചെയ്യരുതെന്ന് അതിനുശേഷം യഹോവ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം എന്തുകൊണ്ടാണ് സ്നേഹയുടെ ഡാഡി പറയാതെ വിട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അടിമകളെ എടുക്കരുത് എന്ന് പറഞ്ഞൊരു കാര്യമല്ലേ പുള്ളിയോടെ പറയാതെ വിട്ടത്. അത്രയും മഹത്തരമായൊരു കാര്യം ഇരിക്കുമ്പോൾ 6 വർഷം അടിമയെ വെച്ചിട്ട് 7-ാമത്തെ വർഷം മോചിപ്പിക്കുമ്പോൾ അവിടെ കാശും കൊടുത്ത് വിട്ടോളൂ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അടിമയെ വെക്കരുതെന്ന് യഹോവ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹയുടെ ഡാഡി പെടും. കാരണം സ്നേഹയുടെ ഡാഡിക്ക് അറിയാം എബ്രായരായ അടിമകൾക്ക് വേറെ നിയമവും അന്യജാതിക്കാരായ അടിമകൾക്ക് കംപ്ലീറ്റ്ലി വേറെ നിയമവും ആണെന്നുള്ളത്. പഴയ നിയമം നോക്കുകയാണെങ്കിൽ പുറപ്പാട്, ആവർത്തനം, ലേവ്യ എന്നീ പുസ്തകങ്ങൾ നോക്കുമ്പോഴേക്കും അവിടെ 3 ചേഞ്ചസ് ഉണ്ടാകുന്നത് കാണാം. എബ്രായരായ അടിമകൾ അല്ലെങ്കിൽ ഇസ്രായേലികളായ അടിമകളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതിൻ്റെ 3 ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. ഞാനതിൻ്റെ 1-ാമത്തെ ഫേസ് ഒന്ന് ജസ്റ്റ് വായിക്കാം. പുറപ്പാട് 21-2 മുതൽ 6 വരെ. ഒരു എബ്രായദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവന് ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പൊയ്ക്കൊള്ളട്ടെ. ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ. അവന് ഭാര്യയുണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ. അവൻ്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനന് ഇരിക്കണം. അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ഇത് 1-ാമത്തെ ഫേസാണ്. ഇതിന് ശേഷം ആവർത്തനത്തിലേക്ക് ചെല്ലുമ്പോഴാണ് പുള്ളിക്കാരൻ ഇതൊന്ന് പുതുക്കിയത്. ഈ നിയമമൊക്കെ ഒന്ന് പുതുക്കിയിട്ട് യഹോവ തന്നെ മോശയോട് അരുളി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം പുള്ളിക്കാരൻ ഇതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ അമെൻമെൻ്റൊക്കെ കൊണ്ടുവരുന്ന പോലെ പഴയതത്ര പോരാ, നമുക്കിതിൽ ചെറിയൊരു മാറ്റം വേണമെന്ന് പറഞ്ഞുകൊണ്ട് യഹോവ വീണ്ടും അരുളി ചെയ്യുന്ന കാര്യമാണ് സ്നേഹയുടെ ഡാഡി ഇവിടെ പറഞ്ഞത്. 6 വർഷത്തെ അടിമത്തത്തിന് ശേഷം മോചിതനായി വിടുമ്പോഴേക്കും പുള്ളിക്കാരന് കൈ നിറച്ച് സമ്മാനങ്ങൾ കൊടുത്ത് വിടണം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ മഹാമനസ്കനായ ദൈവം അടിമകളോട് എങ്ങനെ പെരുമാറണമെന്നും കൃത്യമായിട്ടും പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് വിട്ടുപോയതാണ്. പുറപ്പാട് 21-21 ഒരുത്തൻ തൻ്റെ ദാസനെയോ ദാസിയെയോ തൽക്ഷണം മരിച്ചു പോകത്തക്കവണ്ണം വടികൊണ്ടടിച്ചാൽ അവനെ നിശ്ചയമായി ശിക്ഷിക്കണം. എന്ത് ശിക്ഷയാണെന്നറിയില്ല. എങ്കിലും അവൻ 1-2 ദിവസം ജീവിച്ചിരുന്നാൽ അവനെ ശിക്ഷിക്കരുത്. അവൻ അവൻ്റെ മുതലല്ലോ.
വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു അടിമയുണ്ടെങ്കിൽ ഞാനൊരു വടിയെടുത്ത് ഒറ്റ അടി കൊടുത്ത് ആ ഒറ്റ അടിക്ക് അവൻ മരിക്കുവാണെങ്കിൽ എനിക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ശിക്ഷ തന്നേക്കണം, നുള്ളോ പിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നേക്കണം. ഇനി ആ മിനിറ്റിൽ തന്നെ മരിക്കാതെ ഒരു ദിവസമോ 2 ദിവസമോ ജീവനോടെ കിടന്നിട്ട് മരിക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എബ്രായ അടിമകളെക്കുറിച്ചാണ്. അതായത് ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഉള്ള അടിമകളോട് എങ്ങനെ പെരുമാറണമെന്നുള്ളതാണ്. സ്നേഹയുടെ ഡാഡിയും മനഃപൂർവ്വം മുക്കിക്കളഞ്ഞ, ഉടായിപ്പ് കാണിച്ച, ഞങ്ങൾക്കറിയില്ല എന്ന് നടിച്ച യഥാർത്ഥ അടിമത്തം എന്താണെന്ന് ഇനിയും നമുക്ക് നോക്കാം. സ്നേഹ എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട് പുതിയ നിയമം പറയും. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഏതായാലും പഴയ നിയമത്തിലെയും എബ്രായരുടെയും കഥ പറഞ്ഞ സ്ഥിതിക്ക് പഴയ നിയമത്തിൽ മറ്റുള്ള അടിമകളോട് എങ്ങനെ പെരുമാറാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ലേവ്യ പുസ്തകം 25:44 തൊട്ടാണിത്. നിന്റെ അടിയാരും അടിയാട്ടികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്നായിരിക്കണം, അവരിൽ നിന്നും അടിയാരെയും അടിയാട്ടുകളെയും കൊള്ളേണം. അവണ്ണം നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന അന്യജാതിക്കാരുടെ മക്കളിൽ നിന്നും അവർ നിങ്ങളുടെ ദേശത്ത് ജനിപ്പിച്ചവരും നിങ്ങളോടുകൂടെ ഇരിക്കുന്നവനുമായ അവരുടെ കുടുംബങ്ങളിൽ നിന്നും നിങ്ങൾ വാങ്ങേണം. അവർ നിങ്ങൾക്ക് അവകാശമായിരിക്കണം. നിങ്ങളുടെ ശേഷം നിങ്ങളുടെ മക്കൾക്കും അവകാശമായിരിക്കേണ്ടതിന് നിങ്ങൾ അവരെ അവകാശമാക്കിക്കൊള്ളേണം. അവർ എന്നും നിങ്ങളുടെ അടിമകളായിരിക്കണം. എന്താണെന്നറിയില്ല. ഇനി സ്നേഹയുടെ ഡാഡിയും വായിച്ചത് വേറെ വല്ലോ ബൈബിളാണോ അതോ വായിച്ചതിൻ്റെ ഇടയ്ക്ക് കാണാതെ വിട്ടുപോയതാണോ എന്ന് അറിയില്ല. എന്നാലും സ്നേഹയുടെ ഡാഡി ഇതൊന്നുകൂടെ എടുത്തൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇനി ഇത് മാത്രമല്ലാതെ പല യുദ്ധങ്ങൾക്കുമൊക്കെ പോകുമ്പോൾ യഹോവ അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങളവിടെ ചെന്നിട്ട് കന്നുകാലികളെയും സ്ത്രീകളെയൊക്കെ ഇനി കൊണ്ടുപോരെ, ആണുങ്ങളെയും ബാക്കിയുള്ളതിനെയൊക്കെ കൊന്നുകള. അതുമാത്രമല്ലാതെ സഹോദരനെയും സ്ത്രീകളെയും ആണുങ്ങളെയും എല്ലാത്തിനെയും കൊന്നുകളഞ്ഞേര്. പക്ഷേ വിർജിനായിട്ടുള്ള, അതുവരെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാത്ത, ചുരുക്കി പറയുവാണെങ്കിൽ കൊച്ചു പെണ്ണുങ്ങളെ മാത്രം പിടിച്ചുകൊണ്ട് പോര്, അവരെ നിങ്ങൾ അടിമകളായി വെച്ചോളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടും ബൈബിളിൽ പഴയ നിയമത്തിൽ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. ഡേ ടു ഡേ ലൈഫിൽ വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ വളരെ വ്യക്തമായിട്ടും ഇസ്രായേലികളായിട്ടുള്ള അല്ലെങ്കിൽ എബ്രായ അടിമകൾക്ക് മാത്രമേ ഉള്ളൂ അവിടെ എന്തെങ്കിലും ഇളവും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ 6 വർഷത്തെ കഥകളുമൊക്കെ അവർക്ക് മാത്രം ഉള്ളതാണ്. അതിനുശേഷം അവരെ ഒന്നും അടിമകളായിട്ട് എടുക്കരുതെന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറയാതെ ഈ 6 വർഷത്തെ കഥ മാത്രം സ്നേഹയുടെ ഡാഡി പറഞ്ഞത് മറ്റുള്ള അടിമ കഥകളങ്ങ് മുക്കിക്കളയാനായിട്ടാണ്. അങ്ങനെ മുക്കാൻ പറ്റത്തില്ല സ്നേഹയുടെ ഡാഡി, കാരണം ഈ ബുക്കൊക്കെ എല്ലായിടത്തും അവൈലബിളാണ്. ഇനി ഇത് പറയുമ്പോഴത്തേനുള്ള ന്യായീകരണമാണ് അതെല്ലാം പഴയ നിയമമല്ലേ, പഴയ നിയമത്തിലെ ആൾക്കാരുടെയൊക്കെ കൾച്ചറൊക്കെ അങ്ങനെ ആയിരുന്നേ, എല്ലാവരും അങ്ങനെ ആയിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏതായാലും പുതിയ നിയമത്തിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാം. പുതിയ നിയമത്തിൽ അടിമത്തത്തിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് നോക്കാം. അതിനായിട്ട് തീത്തോസ് 2:9-10 ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരായി ഇരിപ്പാൻ കൽപ്പിക്കുക. അടിമകൾ യജമാനന്മാരോട് മറിച്ചൊന്നും പറയാതെ വായും പൊത്തി മിണ്ടാതെ അവിടെ ഇരുന്നോണം എന്നാണ് പറയുന്നത്. അടുത്തത് കൊലോസ്യർ 3:22 ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. ഹൈ എന്തൊക്കെയാണ് നമ്മൾ ഈ കാണുന്നേ. ഇനി അടുത്തതായി 1 പത്രോസ് 2:18 വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പിൻ. ഈ ഭാഗങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് വളരെ വ്യക്തതയോടും ക്ലാരിറ്റിയോടും കൂടി എഴുതിയിരിക്കുന്നത്. എല്ലായിടത്തും ഈ വേലക്കാരെ ദാസന്മാരെ എന്നൊക്കെ വിളിച്ചിരിക്കുന്നിടത്തെല്ലാം അവിടെ സ്ലേവ്സ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 1 പത്രോസിൽ പറഞ്ഞിരിക്കുന്നത് പാവപ്പെട്ടവരും നല്ലവന്മാരുമായിട്ടുള്ള യജമാനന്മാരെ മാത്രമല്ല, കണ്ണിച്ചോരയില്ലാത്തവന്മാർക്ക് പോലും അടങ്ങി ഒതുങ്ങി അവന്മാർക്ക് മയപ്പെട്ട് നല്ലൊരു അടിമയായിട്ടിരിക്കാനാണ് നമ്മുടെ പുതിയ നിയമത്തിൽ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് 1 തിമോത്തിയോസ് 6:1 നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്നു എണ്ണേണ്ടതാകുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇതെല്ലാം ശിഷ്യന്മാർ പറയുന്നില്ലേ. നമ്മുടെ യേശുക്രിസ്തു ഒരു മാന്യനാണ്, ടാർസിയൂസ് ഒരു മാന്യനാണെന്ന് പറയുന്ന പോലെ യേശുക്രിസ്തു ഒരു മാന്യനാണെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പലയിടത്തായി പല ഉപമകളൊക്കെ പറയുന്നുണ്ട്, എക്സാമ്പിൾസ് പറഞ്ഞിട്ട് കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു ഉപമ, ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. അത് നമ്മുടെ ലൂക്കോസ് 17:7-10 വരെയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷീണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക,
ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും കുടിച്ചുകൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? യേശുക്രിസ്തുവിനും ഇവിടെ അടിമത്തം എന്ന് പറയുന്ന സാധനം വലിയൊരു പ്രശ്നമായി തോന്നുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ടും മനസ്സിലാകുന്നത്. കാരണം പുള്ളി പറയുന്നത് അടിമ എന്ന് പറയുന്നത് ഒരു മെഷീൻ പോലെ നിങ്ങൾക്ക് പണിയെടുക്കാനുള്ളതാണ്. അവൻ ചെയ്ത പ്രവൃത്തിക്കൊന്നും അവനോട് നന്ദി പറയേണ്ട ആവശ്യമില്ല. അവൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് വരുമ്പോൾ പോലും നിങ്ങൾ കഴിച്ച് നിങ്ങളെല്ലാം സുഖപ്പെടുത്തിയതിന് ശേഷം അവൻ കഴിക്കാനല്ലേ പറയത്തുള്ളൂ. നമ്മൾ അതിൽ കൂടുതലൊന്നും ചെയ്യത്തില്ല. അപ്പം അടിമകളോട് ആ ഒരു രീതിയിലല്ലേ ഇടപെടത്തുള്ളൂ എന്നൊരു ഉപമ പറഞ്ഞാണ് പുള്ളി വെക്കുന്നത്. ഇതുമാത്രമല്ല, അടിമകളെയും യജമാനെയും വെച്ചിട്ട് യേശുക്രിസ്തു നിരവധി ഉപമകൾ പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനും വളരെ വ്യക്തമായിട്ട് അടിമത്തം എന്ന് പറയുന്ന സാധനം വലിയ പ്രശ്നമുള്ളൊരു കാര്യമായിട്ടൊന്നും പുള്ളിക്ക് തോന്നിയിരുന്നേ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. യേശു ആയിക്കോട്ടെ, ശിഷ്യന്മാരായിക്കോട്ടെ, പഴയ നിയമമായിക്കോട്ടെ, പുതിയ നിയമമായിക്കോട്ടെ, ബൈബിളിൽ എവിടെയും ഒരിടത്തു പോലും ഒരു വാക്ക് പോലും അടിമകളുടെ വിമോചനത്തിനായിട്ട് പറയുന്നില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അയാളുടെ വസ്തുവായി വെച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്, അത് മോറലി ഇൻകറക്റ്റ് ആണ്, അല്ലെങ്കിൽ എത്തിക്കലി ശരിയല്ലാത്തൊരു കാര്യമാണെന്ന് ഒരിടത്തും പറയുന്നില്ല. ഈവൻ യേശു പോലും പറയുന്നില്ല എന്നുള്ളത് വളരെ പച്ചയായ സത്യമാണ്. ബൈബിൾ മുഴുവൻ വായിച്ചു നോക്കിയാൽ എവിടെയും കാണാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. നേരെ മറിച്ച് അടിമകൾ എല്ലായ്പ്പോഴും നിങ്ങൾ യജമാനന്മാർക്ക് കീഴടങ്ങി ദൈവത്തെ പോലെ കണ്ട് ജീവിക്കണം എന്നത് വ്യക്തമായി പലയിടത്ത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അടിക്കടി പറയുന്ന ഒരു കാര്യവുമാണ്. അടിമത്തം നിരോധിക്കണം എന്നൊക്കെ സംസാരം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ വായിച്ച പുതിയ നിയമത്തിലെ ഈ വചനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടായിരുന്നു അടിമത്തത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അടിമത്തം വേണം എന്ന് ഘോരഘോരം വാദിച്ചുകൊണ്ടിരുന്നത്. ഇനിയും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മെഴുകലിസ്റ്റുകൾ പൊതുവിൽ രണ്ട് കാര്യങ്ങളെ ഊന്നി കാണിച്ചുകൊണ്ടാണ് അടിമത്തം നിരോധിക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പാടി നടക്കുന്നത്. അത് ഗലാത്യർ 3:26 മുതൽ 28 വരെയാണ്. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല. ഇതാണ് കൃത്യമായിട്ട് അവരെടുത്ത് പറയുന്നത്. യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ഈ അപ്പോളജിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം തോന്നുന്ന കുറച്ച് വേദഭാഗങ്ങളെല്ലാം സ്പിരിച്വൽ മീനിങ് ആണ്, അതിന് വേറൊരർത്ഥമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ സ്പിരിച്വൽ മീനിങ്ങിലെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതെല്ലാം യാഥാർത്ഥ്യവുമായി മാറും. ക്രിസ്തുയേശുവിലെ വിശ്വാസത്തിൽ നമ്മളെല്ലാവരും ഒരേ മക്കളാകുന്നു, നമുക്കൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതൊക്കെ വളരെ ലേറ്ററായിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻ. അതായത് മനുഷ്യർ ഇവോൾവ് ചെയ്തപ്പോൾ, അവരുടെ മൊറാലിറ്റി ഇവോൾവ് ചെയ്തപ്പോൾ അങ്ങനെ നോക്കിക്കണ്ട മനുഷ്യർ അവരുടെ മോറൽ വാല്യൂ വെച്ച് അവർ കൊടുത്തൊരു ഇൻ്റർപ്രിറ്റേഷനാണ്. അത് വെച്ച് അന്നത്തെ മനുഷ്യരുടെ മൊറാലിറ്റിയിൽ നിന്നും ഇൻ്റർപ്രിറ്റേഷൻ കൊടുത്തിട്ടാണ് ഈ വചനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് സ്ലേവറിക്കെതിരെ പല മനുഷ്യരും ബൈബിൾ വെച്ചുകൊണ്ട് തന്നെ പോരാടിക്കൊണ്ടിരുന്നത്. അത് ബൈബിളിൻ്റെ മഹത്വമല്ല, ആ ബൈബിളിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള മനുഷ്യരുടെ മഹത്വമാണ്. ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവാനായിട്ട് ഇവർ ഈ യഹൂദനും യവനനും എന്നുള്ള ഭാഗം മാത്രം എടുക്കും. പക്ഷെ അതിൻ്റെ ലേറ്റർ പാർട്ടിൽ ദൈവത്തിന് ആണും പെണ്ണും എന്നൊരു കാര്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ ഇൻ്റർപ്രിറ്റേഷൻ പിന്തുടരുന്നവരാണെങ്കിൽ അവിടെ സെക്സ് ജെൻഡർ എന്ന് പറയുന്ന പല കാര്യങ്ങളെയും ഇവരിപ്പോഴും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോഴും ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് മെയിൽ ഡൊമിനേറ്റഡ് തന്നെയാണ്, പുരുഷാധിപത്യം നിറഞ്ഞ ഒരു സമൂഹം തന്നെയാണ്. ക്ലർജി പൊസിഷനിൽ ഏതെങ്കിലും പള്ളിയിൽ അമ്മമാരെ നമ്മളുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടോ? പള്ളിയിൽ അച്ഛൻ എന്നൊരു വാക്ക് തന്നെ അവിടെ ഉള്ളൂ, പള്ളിയിൽ അമ്മ എന്നൊരു വാക്ക് പോലും ഇല്ല. വളരെ ചുരുക്കം ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് മാത്രമേ ഇന്നും സ്ത്രീകളെ തുല്യരായി കാണുന്നുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ക്ലർജിയിലേക്ക് സ്ത്രീകൾ ഇന്നും വരാത്തത്. ഇതേ വേദഭാഗത്തിനെ വെച്ചുകൊണ്ട് തന്നെ LGBTQ റൈറ്റ്സ്, ഗേ, ലെസ്ബിയൻസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്വീഡിഷ് ചർച്ചുകളും അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അവർ ബെറ്റർ ഇൻ്റർപ്രിറ്റേഷനിൽ, അവർ നല്ല മനുഷ്യരായതുകൊണ്ട്, അവരുടെ ചിന്താഗതി നല്ലതായതുകൊണ്ട്, അവർക്ക് മനുഷ്യത്വമുള്ളതുകൊണ്ട് ഇതിനെ അവരുടെ ഇൻ്റർപ്രിറ്റേഷനിലൂടെ അവരുടെ ലെൻസിലൂടെ നോക്കി കണ്ടിട്ട് എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല. മലയാളം സംസാരിക്കുന്ന ക്രിസ്ത്യാനികളൊക്കെ എന്നെത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ ഐഡിയയില്ല. ഇതാണ് ഇവരുടെ കൃത്യമായ ഇരട്ടത്താപ്പ്. ഇൻ്റർപ്രിറ്റേഷനൊക്കെ നമുക്ക് വേണ്ട സാധനത്തിൽ മാത്രം ഇൻ്റർപ്രിറ്റേഷൻ എടുക്കും, പക്ഷേ നമുക്ക് ഇഷ്ടമല്ലാത്ത സാധനം വരുമ്പോഴത്തേന് ഇൻ്റർപ്രിറ്റേഷനൊക്കെ അങ്ങോട്ട് മാറിയിരുന്നോളാൻ പറയും. ഇനി ഞാൻ പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും
ദൈവം നേരിട്ട് പറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ ശിഷ്യന്മാർ പറഞ്ഞിരിക്കുന്നതോ ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് തലത്തിൽ കാര്യങ്ങളെ നോക്കിക്കണ്ട് നിങ്ങൾ ഇങ്ങനെ തട്ടായി കാര്യങ്ങൾ ചെയ്യണമെന്ന് വളരെ പ്രിസൈസായിട്ട് മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. 1 തിമോത്തിയോസ് 2:9 മുതൽ 12 വരെ അവിടെ സ്ത്രീകൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. യോഗ്യമായ വസ്ത്രം ധരിക്കണം, ലജ്ജാശീലം ഉള്ളവരായിരിക്കണം, സുബോധത്തോടുകൂടെ അവരെ അലങ്കരിക്കണം, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. പിന്നെ ലേവ്യ പുസ്തകം 15 വായിച്ചു നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത്, മെനിസ്ട്രേഷൻ ആവുന്ന സമയത്ത് എങ്ങനെ അവർ ജീവിക്കണം, ഒന്നിലും തൊടരുത്, എന്തൊക്കെയാണ് അശുദ്ധി, എത്ര ദിവസം അശുദ്ധിയായിട്ടിരിക്കണം, അതിനുശേഷം എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ആ ഒരു ലേവ്യ പുസ്തകം 15 കാണാൻ സാധിക്കും. ഇനി ലേവ്യ പുസ്തകം 19 തുണി ധരിക്കുന്നത്, താടി വെക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് എപ്പോൾ വായിച്ചാലും എപ്പോൾ കേട്ടാലും ചിരി വരുന്ന ഒരു ഇൻസിഡൻ്റാണിത്. പഴയ നിയമത്തിൽ ഓനാൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. അത് ഉൽപ്പത്തിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഉൽപ്പത്തിയിലാണ്. ഉൽപ്പത്തി 38 പുള്ളിക്കാരൻ്റെ ചേട്ടൻ മരിച്ചപ്പോഴേക്കും ഭാര്യയെ പുള്ളിക്കാരൻ ഏറ്റെടുത്ത് ആ ഭാര്യയിൽ ചേട്ടന് വേണ്ടിയിട്ടൊരു കുട്ടിയെ ജനിപ്പിക്കാനൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ അപ്പനായ യഹൂദ. അപ്പോൾ യഹൂദയുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാതെ പുള്ളി ഒരു കുട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ചേട്ടൻ്റേതായി മാറും എന്നൊരു പേടി വെച്ചിട്ട് ഈ ചേട്ടൻ്റെ ഭാര്യയുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോൾ പുള്ളിക്കാരൻ ശുക്ലം പുറത്ത് കളയുമായിരുന്നു. അതായത് നമ്മളുടെ സ്പേം പുറത്ത് കളയുമായിരുന്നു. ഇത് നോക്കിയിരുന്ന് യഹോവയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച യഹോവയ്ക്ക് ഈ കാര്യം സഹിക്കാൻ പറ്റാതെ ഓനാനെ അന്നേരം തട്ടിക്കളഞ്ഞു. എനിക്ക് ഒരിക്കലും മനസ്സിലാകാത്തത് ഇത്രയും സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, സ്ത്രീ എങ്ങനെ നടക്കണം, ഇരിക്കണം, അവൾക്ക് പീരീഡ്സ് വരുമ്പോൾ എന്ത് ചെയ്യണം, എത്ര ദിവസം അശുദ്ധിയായിരിക്കണം, ഇനിയും ഓനാൻ എവിടെ കളയുന്നു എന്ന് നോക്കിയിരിക്കുന്ന ഒരു ദൈവം ഇത്രയും മൈക്രോസ്കോപ്പിക് പ്രിസിഷനിൽ പുള്ളിക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ബൈബിളിൽ എവിടെയും ഒരിടത്ത് പോലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വില കൊടുത്ത് വാങ്ങുന്നതും അയാളുടെ അടിമയായി വെച്ചുകൊണ്ടിരിക്കുന്നതും തെറ്റാണ്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. അത് മനുഷ്യർ ചെയ്യരുത്. അത് പാവം, എന്തെല്ലാം പാവങ്ങൾ പുള്ളി പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് ഒരു വാക്കുകൊണ്ട് പോലും, നോക്കുകൊണ്ട് പോലും, ഒരു പ്രവൃത്തി കൊണ്ട് പോലും ബൈബിളിൽ എവിടെയും അടിമത്തം എന്ന് പറയുന്ന ഒരു കാര്യം തെറ്റായ ഒരു സമ്പ്രദായമാണ്, അത് മനുഷ്യർ ചെയ്തുകൂടാത്തതാണ്, എത്തിക്കലി അത് ശരിയല്ല എന്നൊരു കാര്യം എവിടെയും ഒരിടത്ത് പോലും പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരെ മറിച്ച് പുതിയ നിയമത്തിൽ പോലും അടിമകൾ എല്ലാ കാലവും അടിമകളായി തന്നെ ഇരിക്കട്ടെ, യജമാനെ ദൈവത്തെ പോലെ കാണട്ടെ, എല്ലാ കാലവും യജമാനൻ്റെ നല്ലൊരു അടിമയായി ചോദ്യത്തിന് മറുചോദ്യമില്ലാതെ യജമാനെ ചോദ്യം ചെയ്യാതെ കീഴ്പ്പെട്ടിരിക്കുക എന്ന് തന്നെയാണ് വളരെ വ്യക്തമായും പുതിയ നിയമത്തിൽ എല്ലായിടത്തും തന്നെ എഴുതി വച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ബൈബിൾ വായിച്ചു നോക്കിക്കഴിയുമ്പോൾ അടിമത്തത്തിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ബൈബിളിൽ എവിടെയും അടിമത്തത്തിനെതിരെ കൃത്യമായൊരു നിലപാട് ആരും തന്നെ എടുത്തിട്ടില്ല. യേശു ആയിക്കോട്ടെ, ശിഷ്യന്മാരായിക്കോട്ടെ, യഹോവ ആയിക്കോട്ടെ, ആരും തന്നെ അടിമത്തത്തിനെതിരെ കൃത്യമായൊരു നിലപാടെടുക്കുകയോ അത് തെറ്റാണെന്ന് പോലും പറയുന്ന ഒരു കാര്യം നമുക്ക് എവിടെയും കണ്ടെത്താൻ സാധിക്കില്ല. നേരെ മറിച്ച് കാലാനുസൃതമായി ഇവോൾവ് ചെയ്തു വന്ന മനുഷ്യരുടെ മനസാക്ഷി, മൊറാലിറ്റി എന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലവരായ മനുഷ്യർ അവരുടെ ചിന്താഗതി കൊണ്ട് ബൈബിളിനെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ ഈ അനീതിക്കെതിരെയൊക്കെ ഇന്ന കാര്യം ഇതേപോലെ എടുത്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെതിരെ നമുക്ക് സംസാരിക്കാൻ കഴിയും എന്ന ചിന്താഗതിയിൽ നിന്നും അങ്ങനെ സംസാരിക്കുകയല്ലാതെ ബൈബിൾ നേരിട്ട് ഒരിടത്ത് പോലും അടിമത്തത്തിനെതിരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോളജിസ്റ്റുകൾ ഇനി എങ്ങനെ മെഴുകി മറിഞ്ഞെന്ന് പറഞ്ഞാലും മനുഷ്യർ കൊടുത്ത ഇൻ്റർപ്രിറ്റേഷനിൽ നിന്ന് മാത്രമാണ് ബൈബിളിന് എന്തെങ്കിലും യൂസ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും നാളും അടിമത്തം എന്ന് പറയുമ്പോഴേക്കും ഏറിൽ പൊക്കൊണ്ടിരുന്നത് ഇസ്ലാം ആണെങ്കിൽ സ്നേഹം അങ്ങോട്ട് ചെന്ന് പണി മേടിച്ചു കൊടുത്തിരിക്കുകയാണ് ക്രിസ്ത്യാനിറ്റിക്ക്. എന്തായാലും ബൈബിളിലെ അടിമത്തത്തിനെ മെഴുകി വെളുപ്പിക്കാൻ അപ്പോളജിസ്റ്റുകൾ ഉടൻ തന്നെ കച്ചകെട്ടി ഇറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെന്തൊക്കെ ഉടായ്പകൾ പറഞ്ഞാണ് ഇതിനെ ന്യായീകരിക്കുക എന്ന് കേൾക്കാനായി ഞാൻ കാതോർത്തിരിക്കുകയാണ്.